തേക്കുമരച്ചീളുകളിൽ അത്ഭുതം കോറിയിടുന്ന കാസർഗോഡ് കാലിക്കടവ് ഏച്ചിക്കോവൽ സ്വദേശി ലതിയും ഭർത്താവ് രാജേഷും മക്കളും ചെങ്ങന്നൂരിൽ സരസ് മേളയിൽ എത്തുന്നവരുടെ പ്രിയപ്പെട്ടവരാവുകയാണ്. ബുദ്ധനും ചെഗുവരയും മദർ തെരേസയും മഹാത്മാഗാന്ധിയും തുടങ്ങി അമ്മയും കുഞ്ഞും കൂട്ടുകാരും പ്രണയവും ആരാധനാ കഥാപാത്രങ്ങളും അടക്കം കണ്ണിന് കാഴ്ചയും കുളിർമയും ഒപ്പം ആകാംക്ഷയും ജനിപ്പിക്കുന്ന നിരവധി ചിത്രങ്ങളുണ്ട് ഇവരുടെ ശേഖരണത്തിൽ. കാസർഗോഡ് കാലിക്കടവ് എച്ചിക്കോവൽ സ്വദേശിനി ലതിയും ഭർത്താവ് രാജേഷും മക്കളും ചെങ്ങന്നൂർ സരസ് മേളയിൽ എത്തുന്നവരുടെ വ്യത്യസ്ത കാഴ്ചയാണ്. തേക്കുമരച്ചീളുകളിൽ അത്ഭുതം കോറിയിടുകയാണ് ഈ കുടുംബം. ബുദ്ധനും ചെഗുവരയും മദർ തെരേസയും മഹാത്മാഗാന്ധിയും എന്നുവേണ്ട അമ്മയും കുഞ്ഞും കൂട്ടുകാരും പ്രണയവും ആരാധനാപാത്രങ്ങളും അടക്കം കണ്ണിന് കുളിർമയും ആകാംക്ഷയും ജനിപ്പിക്കുന്ന നിരവധി ചിത്രങ്ങൾ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. രാജേഷ് ഫാർമ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലെ ജീവനക്കാരനാണ്. ഒഴിവു സമയങ്ങളിൽ ഹോബിയായാണ് കരവിരുതിനെ ആദ്യം കണ്ടത്. പിന്നീട് ഗൗരവമായി സമീപിക്കുകയായിരുന്നു. ചിത്രകലയോട് കമ്പമുള്ള ലതിയും ഒപ്പം കൂടിയപ്പോൾ ഇവരുടെ മുന്നോട്ടുള്ള പോക്ക് വിജയകരമായി. ആദ്യം ഉപയോഗശൂന്യമായ വൈക്കോലിലാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. 7 വർഷമായി ഇവർ സംരംഭം തുടങ്ങിയിട്ട്. വിദ്യാർത്ഥികൾക്ക് ചിത്രങ്ങൾ വൈക്കോലിൽ വരച്ചു നൽകിയതാണ് വഴിത്തിരിവായത്. തുടർന്നാണ് തേക്കുമരച്ചീളുകളിൽ ചിത്രവര തുടങ്ങിയത്. ഉണങ്ങിയ വൈക്കോൽ ഇസ്തിരിയിട്ട് ഒട്ടിച്ച ചിത്രങ്ങൾ, മഴപ്പാറ്റയുടെ ചിറകുകൾ കൊണ്ടുണ്ടാക്കിയ ഗാന്ധിജി, ഉപയോഗശൂന്യമായ പ്ലൈവുഡിൽ തീർത്ത വാൽക്കണ്ണാടി, ദിനോസറുകൾ എന്നിവയെല്ലാം ലതിയുടെയും ഭർത്താവ് രാജേഷിൻ്റെയും കരവിരുതിൻ്റെ ഉദാഹരണങ്ങളാണ്. മരമില്ലിൽ നിന്നും വാങ്ങുന്ന തേക്കുമരച്ചീളുകൾ 5 മില്ലിമീറ്റർ കനത്തിൽ മുറിച്ചെടുക്കുകയാണ് ആദ്യ ജോലി. ആവശ്യമായ ചിത്രങ്ങളുടെ ഡിസൈൻ മരത്തിൽ തന്നെ വരച്ചെടുക്കും. പിന്നെ കേടുവരാതിരിക്കാനുള്ള രാസപരിപാലനം നടത്തും. രാസലായനി ചേർത്ത് വെള്ളത്തിലിട്ട് ചീളുകൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുക. പിന്നീട് ഇതിനെ തണലിൽ വെച്ച് ഉണക്കിയെടുക്കും. നല്ലതുപോലെ ഉണങ്ങിയ ശേഷം സാൻഡ് പേപ്പർ ഇട്ട് മിനുസപ്പെടുത്തുകയും ചെയ്യും. അത് കഴിഞ്ഞ് പോളിഷിംഗ് നടത്തും. തുടർന്ന് ഹൈലത്തിൽ അല്ലെങ്കിൽ ഷീറ്റുകളിലോ ക്യാൻവാസിലോ ഒട്ടിച്ചെടുക്കും. ഇനിയാണ് ഫ്രെയിം ചെയ്യുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ഇവരുടെ ചിത്രങ്ങൾ വ്യവസായ വകുപ്പിന്റെ സ്റ്റാളുകളിൽ പ്രദർശിപ്പിക്കാറുണ്ട്. കണ്ണൂരിൽ നടന്ന ദേശീയ സരസ് മേളയിലും കാസർഗോഡിനെ പ്രതിനിധീകരിച്ച് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ലതിയുടെ മക്കളും ചിത്രവരയിൽ സജീവമാണ്. 4 ദിവസം വേണ്ടിവരും ഓരോ ചിത്രവും പൂർത്തിയാക്കാനെന്ന് ലതി പറയുന്നു. പിലിക്കോട് പഞ്ചായത്തിനാണ് വരുന്നത്. തേക്ക് തടിയിലുള്ള ചിത്രങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. തേക്ക് മരത്തിന് ചെറിയ പാളികൾ വാങ്ങിയെടുത്ത് അതിന് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്ത് ചിത്രങ്ങൾ വരച്ച് കട്ട് ചെയ്യുന്നു. 2 കെമിക്കൽ ചെയ്യും, 2 പോളിഷ് കൊടുക്കും. ചിത്രങ്ങൾ അതിനുശേഷം ഫിനിഷായിട്ട് ACP ഷീറ്റിലേക്ക് ഒട്ടിക്കുന്ന തേക്ക് തടിയിൽ തന്നെയുള്ള ഫ്രെയിം. കുടുംബശ്രീ വഴിയാണ് ഞാൻ സംരംഭമായിട്ട് വന്നത്. 2018 സംരംഭം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാ സരസ് മേളകളിലും പോകാറുണ്ട്. എല്ലായിടത്തും നല്ലൊരു വളർച്ചയാണ് എനിക്ക് ഉണ്ടായത്. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 500 മുതൽ 5000 രൂപ വരെയുള്ള ചിത്രങ്ങളാണ് ഇവരുടെ ശേഖരത്തിലുള്ളത്. കാസർഗോഡ് ജില്ലയിൽ നീലീശ്വരം ബ്ലോക്കിൽ പീലിക്കോട് CDS സംരംഭമുള്ളത്. CDNet ന്യൂസ്, മാന്നാർ.